Happy birthday. Happy birthday. Thank you, Kaji. നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്, ജൂൺ 17. അപ്പോൾ ഇന്ന് ഞാനും ഇവളും ലീവ് എടുത്തു. ഇന്ന് ഇവരെ സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മളൊന്ന് കഴിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഞാനും ഭാര്യയും കൂടെ. അപ്പോൾ രാവിലെ ഇതുങ്ങളെ രണ്ടുപേരെയും കൂടെ, രണ്ടല്ല മൂന്നെണ്ണം കേട്ടോ, ഒരാൾ തന്നെ വരുന്നു. സ്കൂളിൽ വിടാനുള്ള പരിപാടിയാണ്. ഇനി പല്ലൊക്കെ തേപ്പിച്ചിട്ട് സ്കൂളിൽ വിട്ടാം. ബാ അങ്ങനെ ഉണ്ടാകാൻ. ഇപ്പം ആക്ച്വലി ഞാനാണ് വീട്ടിലെ പണിയെല്ലാം രാവിലെ ചെയ്യുന്നത്. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചായ ഇടുവാണെന്നുള്ളൂ. ഞാനെന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തിട്ട് ഇനി സ്കൂളിൽ കൊണ്ടുവരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ പ്ലാൻ. അതിനാണ് ഇവരെ നിർബന്ധിച്ച് സ്കൂളിൽ വിടുന്നത്. അതെ, അല്ലാത്ത ദിവസം ഞങ്ങൾക്ക് TV ഒന്നും തൊടാൻ പോലും കിട്ടാറില്ല. ഞങ്ങൾ ഇതിൽ സമാധാനമായിട്ട് സിനിമ കാണണം എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. നോക്കാം സമയം പോലെ. എന്ത് രാവിലെ ചെയ്യുന്നത്? ചപ്പാത്തി ചെയ്ത് കൊടുക്കരുത്. ചപ്പാത്തി പിള്ളേർക്ക് ഇഷ്ടമല്ല. എന്തിന് ഇത്ര എണ്ണ? സോ ഞാനിവിടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത്. പിന്നെ മാവ് കുഴയ്ക്കുന്നത് എനിക്ക് ഇവളോട് ഞങ്ങൾ ഇതിൽ അടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ മാവ് കഴിച്ചോളാം, കേട്ടോ, ഇതിൽ തീർക്കാമല്ലോ. പക്ഷെ ഇന്ന് രാവിലെ ഏതായാലും അടിയൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് അവിടെ ഫ്രണ്ട് വരുന്നില്ല, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് പിണങ്ങിയാ സ്കൂളിൽ പോകുന്നത്. എന്താ പൊന്നു ഇങ്ങനെ? കാശി, ടുമോറോ കാശിയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. കിൻഡർ ഗാർഡൻ ടു ഗ്രേഡ് 1. എക്സൈറ്റഡ്? നാളെ അവരുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നാളെ അച്ഛൻ വരാം. ഓക്കെ, നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവരുടെ ഗ്രാജുവേഷൻ സെറിമണി സംതിങ്, അങ്ങനെ എന്തോ ഇമെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സ്കൂളിലെത്തി. ഇറങ്ങിക്കോ, എല്ലാവരും പതുക്കെ ഇറങ്ങിക്കോ, 1 by 1 ആയിട്ട് ഇറങ്ങിക്കോ. പതിവ് പോലെ നമ്മൾ ഇന്ന് ലേറ്റ് ആണ്, ആരും വിഷമിക്കണ്ട. ഇറങ്ങിക്കോ. ബൈ പൊന്നു, ബൈ കാശി, ബൈ കല്ലോ. ഇറങ്ങ ഡോറടയ്ക്ക്. അപ്പൊ ഓക്കെ, തിരിച്ചു വീട്ടിലോട്ട് പോട്ടെ. ഇന്ന് വേസ്റ്റ് വെക്കുന്ന ദിവസമാണ്, ഗാർബേജ് ഡേ. വരുന്നോ? വാ, വെളി വെക്കാം. ഞാൻ വിചാരിച്ച ചെന്നതിൻ്റെ കൂടെ ഇരി. അവരെ എടുക്കണോ? അല്ല സോറി, ഞാൻ വിചാരിച്ചത് വേസ്റ്റ് എടുക്കുന്ന വണ്ടിയായിരുന്നു എന്ന് വിചാരിച്ചു. പിള്ളേരെ കൊണ്ടുപോയിട്ട് വേസ്റ്റും എല്ലാം വെച്ച് ഇനി രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്, പ്രോട്ടീൻ സ്മൂത്തിയാണ്. റെവല്യൂഷൻ്റെ പ്രോട്ടീനാണ് കഴിക്കുന്നത്, 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു സ്മൂത്തിയൊക്കെ അടിച്ചിട്ട്, ഇന്ന് അവധി ആയതുകൊണ്ട് ജോലിയൊന്നുമില്ല,
പിന്നെ അതിനിടയിൽ ഒരു പരിപാടിയും ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഇന്ന് ജോലിയില്ല. പക്ഷെ ഞാൻ ഒരു സംഭവം കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 4.5 കൊല്ലം കഴിഞ്ഞു. സംഭവം പറഞ്ഞല്ല, ട്രേഡിംഗ് ആണ്. സോ ഞാനിപ്പോൾ ചാർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ ട്രേഡിംഗ് ഞാൻ പറഞ്ഞ 4-4.5 കൊല്ലമായി. ഞാൻ US ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു 10 മാസം, 10 ഒരു കൊല്ലത്തോളം ആയതേ ഉള്ളൂ. 2020 മുതൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. എങ്ങനെ കാണിക്കാറേ, കാശ് കളഞ്ഞോട്ടിരിക്കില്ല. അതിപ്പോൾ കാശ് കിട്ടി തുടങ്ങി. ഐ മീൻ പ്രോഫിറ്റബിൾ, ഒരു ചെറിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടിപ്പോൾ ഒരു കൊല്ലം ആയതേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ഞാൻ പിന്നെ 2020 മുതൽ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ഇതുവരെ പിന്നെ ഓഫീസിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ ലാപ്ടോപ്പ് എടുത്ത് ഇവിടെ വെക്കും, സിസ്റ്റം ചാർട്ട് ഈ 2 ഓപ്പൺ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ പറയാം. അപ്പോൾ ഇത് എൻ്റെ ഒരു ജോലിയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ ഈ ഒരു കഴിഞ്ഞ ഫെബ്രുവരി ഒക്കെ ഒരു 6 മാസം മുന്നേ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ തുടങ്ങിയത്. ഞാൻ അങ്ങനെ പബ്ലിക്കൊന്നും ആക്കിയിട്ടൊന്നുമില്ല. കുറച്ച് ഫ്രണ്ട്സും ആയിട്ട് മാത്രമൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എനിക്കൊരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടും, പിന്നെ ഞാൻ ട്രേഡിങ്ങിൻ്റെ കുറച്ച് ഇൻസൈറ്റ്സും, പിന്നെ ഞാൻ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളും കുറച്ചൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ചുമ്മാ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഞാൻ എൻ്റെ പേര് കൊടുക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. എന്താ, NQ ഫ്യൂച്ചേഴ്സിലാണ് എടുത്തിരിക്കുന്നത്. MNQ മൈക്രോ ഫ്യൂച്ചേഴ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞാൻ കാണിക്കാം. അപ്പോൾ കുറച്ച് പ്രോഫിറ്റിലാണ്. ഇതെൻ്റെ ടാർഗറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അറിയത്തില്ല, നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഇതിന് മുന്നേ വെച്ച് എക്സിറ്റ് ചെയ്യും. ഇത് ഞാൻ ടെക്നിക്കലായിട്ട് കൂടുതൽ പറയുന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. എന്തായാലും നോക്കാം. ഇപ്പോൾ ഒരു $54-74 പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇന്ന് ഒരു $220 പ്രോഫിറ്റ് കിട്ടി. ഞാൻ എൻ്റെ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ അങ്ങ് എക്സിറ്റ് ചെയ്തു. പ്രൈസ് റിവേഴ്സ് ആണെന്ന് തോന്നിയപ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് പെട്ടെന്നൊരു ട്രേഡ് എടുത്തു, ഒരു ചെറിയ ട്രേഡ്, ഒരു ക്വിക്ക് സ്കാൽപ്പ്. ഞങ്ങൾ ഇനിയും ജിമ്മിൽ പോട്ടെ. ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ബാക്കി പരിപാടി. പിന്നെ ഒരു സിനിമയൊക്കെ കാണണം. ഒരു പടക്കളം എന്നൊരു നല്ലൊരു കോമഡി പടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സിനിമ കാണണം. പിള്ളേർ വരുന്നതിന് മുന്നേ കാണണം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് എവിടെയെങ്കിലും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകാൻ പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. അപ്പോൾ ഞങ്ങൾ ജിമ്മിലെത്തി. അവൾ കാർഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. ലെഗ് ഡേ ആണ്. അവിടെ ലെഗ് ഡേ ആണ്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയാണ് ലെഗ് ചെയ്തിട്ട്? അവക്ക് ലെഗ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം, കാലിലും കൈക്കൊക്കെ ചെയ്യുന്നതിനേക്കാൾ. എന്താ കൈക്ക് ഇഷ്ടമല്ലാത്ത? കാല് പിന്നെ കുഴപ്പമില്ല. സാധാരണ ആളുകൾക്ക് കാല് ചെയ്യുന്നതാണ് ഇഷ്ടമല്ലാത്തത്. ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ സ്മൂത്തി ഒക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടോട്ടല്ലല്ലോ. എങ്ങോട്ടാ പോകുന്നത്? അവിടെ പിരിയം പ്ലക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. കഴിഞ്ഞു. നന്നായിട്ടുണ്ടോ? അടുത്തൊന്ന് കാണിച്ച് പേടിപ്പിക്കാതെ. ഇവിടാണോ സ്ഥിരം വരുന്നത്? അതെ, എനിക്ക് ഇവിടെ ഇഷ്ടം. എന്താ ഇവിടുത്തെ പ്രത്യേകത? അവര് ഷടപടേന്ന് ചെയ്യും. അവര് വേഗം പറിച്ചെടുക്കൂ. പിന്നെ അവര് ഭയങ്കര എക്സ്പീരിയൻസ്, അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് ചെയ്യും. വേറെ ഇടത്ത് ഞാൻ പോവായിരുന്നു, അവര് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാ. പക്ഷെ അവര് ഒരിക്കൽ ഞാൻ ചെന്നപ്പോ അവരവരുടെ അസിസ്റ്റന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അസിസ്റ്റന്റ് വേണ്ട, നിങ്ങളെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് കേട്ടില്ല. എന്നിട്ട് അസിസ്റ്റന്റ് എന്റെ ഒരു പകുതി കട്ട് ചെയ്ത് കളഞ്ഞു. അത് പിന്നെ ദേഷ്യത്തിന് ഞാൻ അവിടെ പോവാറില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടെ വരും.
ഇവിടെ നല്ല. ശരി, നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് സിനിമ കണ്ടേ, പിള്ളേർ വരുന്നതിനെ കാണാല്ലേ, പരിപാടി നടക്കത്തില്ല. അപ്പോൾ നമ്മള് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് സിനിമ കാണുവാണ്. ഇതാ സിനിമ തുടങ്ങി. പടക്കളം ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രസൻസ് വരട്ടെ ഇൻ അസോസിയേഷൻ വിത്ത് 29 സെപ്റ്റംബർ വർക്ക്സ് വരട്ടെ. അയ്യോ പടക്കളമാണ് സിനിമ. ഇതാ ചോറ് കഴിച്ചു കഴിഞ്ഞാ? ഇനിയും കഴിക്കും. ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ്, തൈര്, ബീഫ്, പൈനാപ്പിൾ. എല്ലാവരും സ്കൂൾ കഴിഞ്ഞെത്തി. ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത്ര ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തി. അയ്യോ, ഇനി സിനിമ കാണാൻ പറ്റുമോ തോന്നില്ലേ. നല്ല സിനിമയായിരുന്നു. എന്തുണ്ടായിരുന്നു സ്കൂളിൽ വിശേഷം പറഞ്ഞേ? Today it was astronaut day and today I was so cool. കാശിക്ക് സ്റ്റിക്കർ എന്തിനാ കിട്ടിയത് പറഞ്ഞേ? എന്റെ കയ്യിലൊരു സ്റ്റിക്കറും ഒക്കെ ആയിട്ട് വന്നു, സെലിബ്രേറ്റ് കാനഡ എന്ന് പറഞ്ഞു. ഇനി എന്തിനാ സ്റ്റിക്കർ കിട്ടിയേ? If I clean the carpet, I'll get the sticker. സ്കൂളിലെ കാർപ്പറ്റ് ക്ലീൻ ചെയ്ത സ്റ്റിക്കർ കിട്ടും. അവൻ കാർപ്പറ്റ് ക്ലീൻ ചെയ്തു, അപ്പൊ സ്റ്റിക്കർ കിട്ടി. ഞങ്ങളത് ബാക്കി സിനിമകളെ കാണാൻ നോക്കട്ടെ. ഞാൻ ഇപ്പൊ ഇവിടെ ഓക്വിൽ പ്ലേസ് എന്നൊരു മോളിൽ വന്നതാണ്. പൊന്നൂനൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ 13th ബർത്ത്ഡേ ആണ്, ജൂലൈ 3-ന്. ഒത്തിരി നാളായിട്ട് പറയുന്നു ഫോൺ വേണം എന്ന്. അപ്പൊ കൂട്ടുകാർക്കെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളെ ഡിലേ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവിടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫ്രീഡം മൊബൈലിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു ചെറിയൊരു ലോ കോസ്റ്റ് ഒരു കോൺട്രാക്ട് ഫോണാണ് വാങ്ങിച്ചത്. ഇവിടുന്നാണ് ഫോൺ വാങ്ങിയത്, ഫ്രീഡം മൊബൈൽ. ഇതാണ് ഓക്വിൽ പ്ലേസ് മോള്. ഇപ്പൊ നമ്മുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ഒരു മോളാണിത്. ഓക്വിൽ പ്ലേസ് എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു മോളാണ്, പക്ഷെ അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു മോളാണ്. Where are you? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛ കടയിൽ വരെ പോയി. Are you going somewhere again? അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച സാധനം ഞാൻ ഒരു പാക്കറ്റിലാക്കി പൊന്നൂന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ. എന്താ ബർത്ത്ഡേ ആണ് ജൂലൈയിൽ. പറയില്ല കേട്ടോ. I like Android. അച്ഛനേക്ക് ആൻഡ്രോയിഡ്. വിളിച്ചോ വിളിക്കേ. എന്താ പ്രശ്നം? പൊന്നു ഹാപ്പി ബർത്ത്ഡേ. I'm scared. In that birthday. Stop. Stop. No. It's mine. Actually, yeah. Stop recording me. I don't like it. Actually. Happy birthday, Manu. അവിടെ ബർത്ത്ഡേ ആയിട്ടൊന്നുമില്ല. അവിടെ ജൂലൈ 3-ആണ് ബർത്ത്ഡേ. പൊന്നു ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ജൂലൈയില്. Your birthday? പൊന്നു ചേച്ചിയുടെ ജൂലൈ ആണ്. ജൂലൈ ഹാപ്പിയായോ? ഓക്കെ. കഴുത്തേ തൂക്കി കിടക്കത്തേണ്ട. അയ്യോ കഴുത്തേ തുറ. ഓക്കെ ആണോ? ഇഷ്ടപ്പെട്ടോ? ഈ കളറെ കിട്ടിയുള്ളൂ കേട്ടോ. ഈ ചെറുക്കരുടെ കഴുത്തെ പിടിച്ചേക്കാം. This is your phone, Manu. For me. Stop it. iPhone. Recording me. ആക്ച്വലി ഇത് പൊന്നുവിന്റെ ബർത്ത്ഡേക്കൊന്നുമല്ല. അവിടെ ജൂലൈ 3-നേ ഉള്ളൂ. ഇത് എന്റെ ബർത്ത്ഡേക്ക്. ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാൽ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ പോയി ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ അനീഷൻ എഴുതി. എന്റെ ബർത്ത്ഡേയുടെ കേക്ക് ഒന്ന് പറയണോ? എന്റെ ബർത്ത്ഡേക്ക് കേക്ക് പോലും വാങ്ങിച്ചിരുന്നില്ല. എന്നോട് പറഞ്ഞു കല്യാണം ഏപ്രിൽ 2, എന്റെ ഏപ്രിൽ 7. അപ്പൊ പറഞ്ഞു ഡിസംബർ.
അപ്പൊ പറയുവാണേ, ഓ കല്യാണിയുടെ കേക്ക് ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളു, എന്തിനാ നമുക്ക് വേറെ കേക്ക്? എന്നിട്ട് കേക്കും ഇല്ല ഗിഫ്റ്റും ഇല്ല. ഷുഗർ അല്ലേ കേക്ക്? ഞാൻ ചേട്ടന് ഗിഫ്റ്റും വാങ്ങിച്ചു കൊടുത്തു, കേക്ക് ഞാൻ പറഞ്ഞും നമ്മളിപ്പൊ അടുപ്പിച്ച് 2-3 തവണ കേക്ക് കഴിക്കുക, 2-3 ദിവസം കേക്ക് കഴിക്കുന്നത് ഭയങ്കര ബാഡ് അല്ലേ? അങ്ങനെ ബാഡ് ഒന്നുമല്ല, ഷുഗർ അല്ലേ? എന്നിട്ട് ഇവിടെ ഉള്ള മേമിയും ഡാനിയും വാങ്ങിച്ചു തന്നെ എനിക്ക് കേക്ക്. സോ ഫണ്ണി, സോ സാഡ്. അല്ല നാടുണ്ട് പക്ഷെ സ്വന്തം ബർത്ത്ഡേക്ക് പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഞാൻ ബ്ലാങ്ക് കേക്ക് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? ബർത്ത്ഡേ ആണ്, ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഏറ്റവും പേര് എഴുതിക്കോളാം. നമുക്കിത് കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തല്ല മസ്താനിയില്. ഓ വേണ്ട വേണ്ട, ഇവിടെ ഡാനി മേമി വരുമ്പോ അവരെ കൂടെ വെച്ച് കട്ട് ചെയ്യും. അവരെ കൊണ്ട് വെച്ച് അല്ല അവരോട് വരട്ടെ, എന്നിട്ട് കട്ട് ചെയ്യാൻ. ഞങ്ങളങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഡിന്നറിന് വേണ്ടി പോവാണ്. ഇവള് ബുക്ക് ചെയ്തത് ബ്രാംപ്ടണിലാണ്. ബ്രാംപ്ടൺ എന്ന് പറഞ്ഞാൽ ഓക്വില്ലിൽ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ നല്ല ട്രാഫിക് ആയിട്ട് 45 മിനിറ്റ് എടുക്കും. ഇപ്പൊ നല്ല ദൂരം. കാര്യം ബ്രാംപ്ടണിൽ പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നല്ല നല്ല വെറൈറ്റി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ബ്രാംപ്ടണിലൊക്കെ. ഓക്വില്ലൊന്നും അത്രയില്ല. ഓക്വില്ലുണ്ടോ? അധികം ഇല്ലല്ലേ. പക്ഷെ ബ്രാംപ്ടണിലുള്ള അത്ര പോലെ ഒരു വെറൈറ്റി ഫ്ലേവേഴ്സോ അങ്ങനെ വെറൈറ്റി ഇല്ല, അതാണ്. അപ്പൊ നമ്മൾ ബ്രാംപ്ടണിലാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ഡിന്നർ ബുക്ക് ചെയ്തിരിക്കുന്നത്. 7 മണിക്കാ ബുക്ക് ചെയ്തത്. 8 മണിയാകുമ്പോഴത്തേക്കിനും ചെല്ലും. വേഗം തോന്നും, വേഗം പെട്ടെന്ന് ചെല്ലും അല്ലേ. മസ്താനി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ആണ്. നമ്മൾ ഇവിടെയാണ് കഴിക്കാൻ വന്നത്. മസ്താനി, ഇന്ത്യൻ അരോമ. ഇതാണ് റെസ്റ്റോറന്റ്. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ആണ്. നമ്മളിരിക്കുന്നത് ഇവിടാണ്, ഈ മൂലയ്ക്ക് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളിരിക്കുന്നത്. നല്ല റെസ്റ്റോറന്റ് അല്ലാന്ന് തോന്നി. ഫുഡൊക്കെ ഉണ്ടെന്ന് നോക്കാം. റിവ്യൂ നോക്കി തന്നതാണ്. റിവ്യൂല് 4.8 സ്റ്റാർസ് ഒക്കെ ഉണ്ട്. അത് ഇവര് തന്നെ ഇട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പൊന്നു പറയണോ ദീപി? എന്താ അവള് പറഞ്ഞില്ലെങ്കിൽ വെള്ളം വാട്ടർ സ്വാന. ബോട്ടിൽ സ്വാനും കൂടെ. ബോട്ട് സ്വാനാ. What's a botswan? Running. No. Like no, it was marching. March. സാധാരണ പറഞ്ഞ ഒരു വാക്ക് പറയത്തില്ല. അപ്പോൾ ഞങ്ങൾ തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്തു, അത് വന്നു. ഇവിടെ പിന്നെ ചിക്കൻ ലോലിപോപ്പ് ഓർഡർ ചെയ്തു, അത് ഫുള്ള് തീർത്തു. അതിന് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയി. അങ്ങനെ ഇത് കഴിക്കുന്നു. പിന്നെ ഫുഡ് വരാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ അവർ കോംപ്ലിമെന്ററി ആയിട്ട് തന്നു. അതിൻ്റെ പാപ്പടി ചാറ്റ്. ആക്ച്വലി ഇവിടെ ടൊറന്റോയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ അവർക്കിതൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ബില്ല് കാശ് കൂടുതലാണെന്നും കുറച്ച് പറ്റീരൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവരിതുപോലെ ആദ്യം നമ്മൾ പറയാതെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ പാപ്പടി ചാറ്റ് കൊണ്ടുതരും. കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞിട്ട് അതിന് കാശ് വാങ്ങിക്കും അല്ലേ. ഫൈനലി ബില്ലിൽ അതിൻ്റെ കാശ് കൊടുക്കും. ഇതേപോലെ അവർ കൺവിൻസ് ചെയ്ത് എല്ലാം കുറേ സാധനമൊക്കെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് കൺവിൻസ് ചെയ്ത് ഇവര് ഓരോന്നൊക്കെ കൊണ്ട് കൊടുക്കും. ഗൂഗിൾ കപ്പ് അതൊക്കെ കോംപ്ലിമെന്ററി ആണെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവസാനം ബില്ല് വരുമ്പോഴത്തേക്ക് ഭയങ്കര. ഇതെന്താ സംഭവം? ഇത് പനീർ കോണൊക്കെ ഇട്ടുള്ളൊരു സാധനം. ഏകദേശം നല്ല പടമൊക്കെ വരച്ചേക്കുന്ന കൊള്ളാം. പടമല്ലല്ലോ, എന്തായാലും ഗാർണിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ അവിടെ ബിരിയാണി വന്നു. എവിടെ പോയാലും വെജ് ബിരിയാണി മാത്രമേ കഴിക്കത്തുള്ളൂ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നല്ല ഫുഡാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമില്ല, ക്വാണ്ടിറ്റി നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല. പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആക്രമണത്തിന് സ്റ്റാർട്ടർ പനീർ ഓർഡർ ചെയ്തു, പനീർ കറി ഓർഡർ ചെയ്തു, ബിരിയാണി, പിന്നെ ഡെസേർട്ട്, അങ്ങനെ കുറേ സാധനം ഓർഡർ ചെയ്തു. ഇപ്പം എന്നിട്ട് ഡെസേർട്ട് ക്യാൻസൽ ചെയ്തു, കാരണം ഇത് ഒത്തിരിയായി ഫുഡ്. Thank you. Oh, surprise.
അവർക്ക് വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അനീഷ് എന്നൊക്കെ എഴുതി. അത് കയറായി പോയി. അതാ താമസിച്ചു. അത് അവരിങ്ങനെ വീട്ടിൽ വെച്ചേക്കുന്ന കേക്ക് എന്ത് ചെയ്യും? Are you 1? Are you 10? Are you 20? Are you 30? ഇയാളുടെ പാട്ടാ. റാപ്പ് സോങ് ആണ്. ഹാപ്പി ബർത്ത്ഡേ. സെൽഫി എടുത്തില്ലേ ഞാൻ തരുന്നേ. You know how old is he? Actually, yeah. Happy birthday song. ബർത്ത്ഡേ പാട്ടാ. കാശി ഇന്ന് കഴിക്കണോ? അവൻ പിണങ്ങി. Are you 43? I want to try it. കഴിക്കേ. I don't want all of it. Just a little bit. കല്യാണം കൊടുത്തില്ല. ഓക്കേ. അതിനാ അവര് താമസിച്ചേ. അതെന്താന്നറിയോ, അത് കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവരുടെ ബർത്ത്ഡേ പാക്കേജ് പോലെ. അപ്പൊ അവര് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അനീഷ് ഇങ്ങനെ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ എഴുതി കൊണ്ടുവരും. അത് കേടായി. അതാ താമസിച്ചേ. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവരോട് ചോദിക്കുന്നേ. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടായി. എനിക്ക് ഇതിപ്പോ ഞാൻ കൊണ്ടുവന്ന പരിപാടിയായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാന്. പക്ഷെ അത് ആ സാധനം കേടായോണ്ടാട്ടോ ഇത്രയും താമസിച്ചത്. വിട്ടാലോ? നമുക്ക് വിടാം. എന്തായാലും കേക്ക് മുറിച്ചല്ലോ. നമ്മളെന്താ വീഡിയോ എന്താ ഇവിടെ നിർത്തുക. വീട്ടിൽ ഇനി വേറെ വലിയൊരു കേക്ക് ഉണ്ട് ഞാൻ വാങ്ങിച്ചത്. അതിന് അവിടെ ചെന്നിട്ട് മുറിച്ചിട്ട് ആര് കഴിക്കാനാണ്? ഇനി സമയം ഇനി 12 മണിയാവും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന്. ഇവിടുന്ന് 3/4 മണിക്കൂർ എടുക്കും വീട്ടിൽ വരെ. അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ ഭാര്യ താങ്ക് യു കേട്ടോ. ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഉദ്ദേശിച്ച രീതി സക്സസ് ആയി. പക്ഷെ ഡിലേ ആയെങ്കിലും സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. എത്ര തവണ ഞാൻ അവരുടെ ചേട്ടന്റെ മുന്നിൽ കൂടെ പോയി അവര് കൈയും കലായും കാണിക്കുന്നു, എന്നിട്ടൊന്നും അല്ല എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇനി നിനക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഹിന്ദി സംസാരിക്കുമോ. അല്ലല്ല, അവര് അവര് ആക്ച്വലി നല്ല സർവീസ് ആയിട്ടോ ഇവിടെ. അവരുടെ സാധനം അത് കല്യാണം. ഒരു മിനിറ്റ്. ആ സാധനം കേട ഇങ്ങനെ നല്ല രസം. അതിങ്ങനെ എഴുതി വരും ഇങ്ങനെ ഇങ്ങനെ ഒരു നല്ല രസമായിട്ട് ഇങ്ങനെ എഴുതി വരത്തില്ല ചിലരിങ്ങനെ കൊണ്ടുവരത്തില്ല ബർത്ത്ഡേ സെലിബ്രേഷൻ. ആ സാധനം കണ്ടോണ്ടാണ് ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞത്. പക്ഷെ പക്ഷെ എന്നാലും എനിക്ക് നല്ല സർപ്രൈസ് ആണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പൊ ശരി, എന്തായാലും നമ്മളിനി ഇവിടെ ഇറങ്ങട്ടെ, എന്നാലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ. Happy birthday to you. Happy birthday dear Anish.